ഗുഡ് മോർണിംഗ് ഓൾ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് യൂട്ടിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ യൂട്ടിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂട്ടിലിറ്റി മീൻസ് യൂസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെ ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത്? സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ തന്നെ മെൻഷൻ ചെയ്താൽ മതി. സ്കോപ്പ് മീൻസ് സാധ്യത, സ്റ്റാറ്റിസ്റ്റിക്സിന് ഏതൊക്കെ മേഖലയിൽ സാധ്യതകളുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെ മേഖലകളിൽ ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ട്. അപ്പോൾ യൂട്ടിലിറ്റി, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇത് ഏത് ചോദിച്ചാലും ഇപ്പോൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് തന്നെയാണ് അവിടെയും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. സോ യൂട്ടിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ദി സയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓരോ ഡേ ബൈ ഡേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ഫീൽഡിലും ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കോമേഴ്സ്, മാനേജ്മെന്റ്, ഇൻഡസ്ട്രി, ട്രേഡ്, അങ്ങനെ ഇൻഷുറൻസ്, എല്ലാ മേഖലകളിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സ്റ്റേറ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എങ്ങനെയാണ് സ്റ്റേറ്റിന് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടൂൾസും ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ചാണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഭരണ നിർവഹണം നടത്തുന്നത്. അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള എസെൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ഗവൺമെന്റിന് സപ്ലൈ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സിന്റെ ഹെൽപ്പോടുകൂടിയാണ്. അത് മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിലാണ് ഗവൺമെന്റ് ഡിഫറെന്റ് പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ്, ഫോർ എക്സാമ്പിൾ ഇൻ റിലേഷൻ ടു പോപ്പുലേഷൻ, നാഷണൽ ഇൻകം, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ബർത്ത്, ഡെത്ത്, മാരേജ്, ക്രൈംസ്, സൂയിസൈഡ്, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് അതൊക്കെയും ഗവൺമെന്റിന് ആവശ്യമുണ്ട്. കാരണം ഗവൺമെന്റിന്റെ പുതിയ പോളിസീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ഗൈഡ് ലൈൻസ് ആണ് അതല്ലേ. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു ഗുഡ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും സ്റ്റാറ്റിസ്റ്റിക്സ് ഗവൺമെന്റിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദി ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് പറയാറുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഒരു ഗവൺമെന്റിന്റെ, ഒരു സ്റ്റേറ്റിന്റെ ഐസ് ആൻഡ് ഇയേഴ്സ്, കണ്ണുകളും കാതുകളുമാണ്. കണ്ണുകളും കാതുകളും നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് നൽകുന്നുണ്ടോ ഇതേ അഡ്വാൻറ്റേജസ് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കണ്ണുപയോഗിച്ച് വേണ്ട ആവശ്യമുള്ള കാഴ്ചകളെല്ലാം കാണുന്നുണ്ടല്ലേ. അതേപോലെ ആവശ്യമായ എല്ലാ ഒബ്സർവേഷൻസ് നടത്താനും എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യാനും കണ്ടു മനസ്സിലാക്കാനും ഒക്കെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ കേട്ട് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും, നിയമങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കംപ്ലൈൻസ് ആയിക്കോട്ടെ, ഇതൊക്കെയും ഗവൺമെന്റിനെ കേട്ട് മനസ്സിലാക്കി കൊടുക്കാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദി ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റിന് പല ടൂൾസാണ് അതിനുവേണ്ടി ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പർ, ഡിമാൻഡ് അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ്, ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഗവൺമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? പുതിയ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആയിട്ടാണ് ഗവൺമെന്റ് അതിനെ എടുക്കുന്നത്. ഇനി നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല, ഇൻ ഓൾ കൺട്രീസ് അവരുടെ ഗവൺമെന്റിന് വേണ്ടിയുള്ള ലാർജർ എമൗണ്ട് ഓഫ് ഡേറ്റാസ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വഴിയാണ്. അതിനുവേണ്ടി നമ്മുടെ ഇന്ത്യയിൽ വി ഹാവ് ദി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സൽ ഓർഗനൈസേഷൻസ് ആൻഡ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നമുക്ക് നിലവിലുണ്ട്. 2 ഓർഗനൈസേഷൻസ് ആണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് അത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇവ രണ്ടുമാണ് നമുക്ക് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ്, നമ്മുടെ ഗവൺമെന്റിന് അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് യൂട്ടിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് സ്റ്റേറ്റിന് ഏത് രീതിയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. എൻ്റെ ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷന് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മുടെ സ്റ്റേറ്റിനെ, നമ്മുടെ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് യൂട്ടിലിറ്റി എന്താണ്? ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ് ആൻഡ് കോമേഴ്സ്. ബിസിനസ്സിലും കോമേഴ്സിലും സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
എല്ലാ ബിസിനസ് കൺസേൺസിനും, അത് സ്മോൾ സ്കെയിലാകാം, ലാർജ് സ്കെയിലാകാം, മീഡിയം സ്കെയിലാകാം, ഏത് ബിസിനസ് കൺസേൺസും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വളരെ നീഡഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ബിസിനസ് ലാർജർ ആകുന്നതിനനുസരിച്ച് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൻ്റെ യൂസ് ഗ്രേറ്റർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ബിസിനസ് കൺസേൺസ് പല കോമ്പറ്റീഷൻസും പല അതർ പ്രോബ്ലംസും എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ അനലൈസ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇവർക്ക് വരുന്നത്, ആ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും ഒക്കെ അവർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ബിസിനസ്സിലെ പല ഡിസിഷൻസും എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ബിസിനസ് കൺസേൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ബിസിനസ് കൺസേൺ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ടൈം ആണോ അല്ലയോ, ഇത് നമ്മുടെ ബിസിനസ് ഇനി ഈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്താൽ പ്രോഫിറ്റബിൾ ആയിരിക്കുമോ അല്ലായിരിക്കുമോ, അതിനുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നമ്മുടെ ബിസിനസ് കൺസേണിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമാലിറ്റി എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസേൺ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടിയുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ഏത് പ്രോഡക്റ്റ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ആ പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ, ഇനി ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സോപ്പ്, ആയുർവേദിക് സോപ്പിന്റെ മാനുഫാക്ചറിങ് ആണെന്ന് കരുതുക നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് ഒരു ആയുർവേദിക് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന്റെ ആയുർവേദിക് സോപ്പിനോടുള്ള ഡിമാൻഡ് എങ്ങനെയാണ്, അങ്ങനെ കസ്റ്റമറിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള സപ്ലൈ അവിടെ നടക്കുന്നുണ്ടോ. ആവശ്യമായിട്ടുള്ള സപ്ലൈ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ സ്കോപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഹൈലി ഡിമാൻഡഡ് ആണ്, ആഡിക്വേറ്റ് സപ്ലൈ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്, പുതിയ ബ്രാൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ആയുർവേദിക് സോപ്പിന്റെ പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ കണ്ടെത്താൻ സാധിക്കും. സോ അങ്ങനെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് നടത്താൻ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഇപ്പം ലോഞ്ച് ചെയ്യേണ്ട ടൈം ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് നടത്തിയെന്നത് കൊണ്ട് മാത്രം നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറെയും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഉണ്ട്, അതും നമ്മൾ ചെക്ക് ചെയ്യണം. എന്തൊക്കെയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതും അതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സെല്ലിംഗ് പ്രൈസും ഉണ്ടായിരിക്കണം അല്ലേ. ഇനി നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്താൽ ഉടനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ ഇച്ചിരി പ്രോഫിറ്റ് കൂട്ടി നമ്മൾ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തു. 10 രൂപയാണ് പെർ യൂണിറ്റ് കോസ്റ്റ് എങ്കിൽ നമ്മൾ 12 രൂപ 2 രൂപ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് ഫിക്സ് ചെയ്തെങ്കിൽ ഉടനെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഡിമാൻഡ് ഉണ്ട്, ആഡിക്വേറ്റ് സപ്ലൈ ഇല്ല, കോസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടനെ നമ്മൾ ചാടിക്കയറി എന്ത് ചെയ്ത് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങരുത്. നമ്മുടെ കോമ്പറ്റീറ്റർ ഇതേ സോപ്പ് അല്ലെങ്കിൽ ഇതേ പ്രോഡക്റ്റിന് എന്താണ് അയാളുടെ കോമ്പറ്റീറ്ററുടെ പ്രൈസ്, അതും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ കമ്പാരിസൺ അനാലിസിസ്, അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഫൈനൽ ഡിസിഷൻ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പുതിയതായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, എക്സിസ്റ്റിംഗ് കമ്പനീസിലും എന്തെടുക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്യുന്നതാണ് അവരും മുമ്പോട്ട് പോകുന്നത്. എക്സിസ്റ്റിംഗ് കമ്പനീസിന്റെ കേസിലാണെങ്കിൽ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ, കമ്പയർ ചെയ്യാനും ഒക്കെ അവർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കമ്പനീസിന്റെ ഫ്യൂച്ചർ സെയിൽസ് എത്രയായിരിക്കും, പ്രോഫിറ്റ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ഇതിനു വേണ്ടിയുള്ള എസ്റ്റിമേഷൻസ് ഒക്കെ നടത്തുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിന്റെ ഹെൽപ്പോടെയാണ്. അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്ട്രാപ്പുലേഷൻ ആൻഡ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സുകൾ ബിസിനസ് ഫോർകാസ്റ്റിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റ് റിസർച്ച് ബിസിനസ്മാൻ നടത്താറുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതേപോലെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ പ്ലാനിംഗ്, പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് മാനേജ്മെന്റ്, ഇൻവെന്ററി കൺട്രോൾ, ഒരുപാട് ഫീൽഡ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കേഴ്സ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇൻവെസ്റ്റേഴ്സ്, ഇവരൊക്കെയും സോൾലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ്. കാരണം അവരുടെ ഡിസിഷൻസ് ഓരോന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് വേണം എപ്പോഴും എടുക്കാൻ. എങ്കിൽ മാത്രമേ പ്രോഫിറ്റബിൾ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ യൂട്ടിലിറ്റി, ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ് ആൻഡ് കോമേഴ്സ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻസിലേക്ക് പോവാം. ഇമ്പോർട്ടൻസ് ഇൻ എക്കണോമിക്സ്.
എക്കണോമിക്സിൻ്റെ ഫീൽഡിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡിഫറെൻറ്റ് എക്കണോമിക് പ്രോബ്ലംസിന് ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവയെല്ലാത്തിനുമുള്ള സൊല്യൂഷൻ എക്കണോമിക്കൽ സ്റ്റഡിയിലൂടെ നമുക്ക് നടത്താവുന്നതാണ്. Construction of cost of living index numbers, wholesale price index numbers, time series analysis, demand curve, forecasting techniques, ഇതൊക്കെയാണ് എക്കണോമിക് ഫീൽഡിൽ ഉപയോഗിച്ചു വരുന്ന പവർഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാൽ എക്കണോമിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനും അത് അനലൈസ് ചെയ്യുന്നതിനും പുതിയ എക്കണോമിക് പോളിസീസ് ഫ്രെയിം ചെയ്യാനുമാണ്. സോ ദാറ്റ്സ് വൈ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ economics. Next utility, importance in planning. Planning means thinking in advance. നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയാണ്, അല്ലെ, നേരത്തെ തന്നെ തീരുമാനിക്കുകയാണ്. ഒരു സക്സസ്ഫുൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൻ്റെ ഒരുപാട് ഹെൽപ്പ് ഉണ്ട്. ബെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഒരു പ്ലാനിങ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ അത് ഷുവറായിട്ടും എന്തായിരിക്കും, സക്സസ്സിലേക്ക് ലീഡ് ചെയ്യും. പ്ലാനിങ്ങിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എന്താണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അതിൻ്റെ റിസോഴ്സസ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നു, അതിനാവശ്യമായ മെഷീൻസ് എവിടെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അതെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് ആക്ച്വലി നടത്തുന്നത്. അതിനുശേഷം നമ്മുടെ പെർഫോമൻസ് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ നടന്നത് എന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് പ്ലാനിങ് നടത്താനേ സാധിക്കില്ല. കാൻറ്റ് ഇമാജിൻ. ഇപ്പോൾ പ്രോഡക്റ്റ് കൺസംഷനെ പറ്റി പ്ലാൻ ചെയ്യുക, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പ്ലാൻ ചെയ്യുക, പ്രൊഡക്റ്റ് ഡിമാൻഡിനെ പറ്റി പ്ലാൻ ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടെക്നിക്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ്, റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, ഡിമാൻഡ് അനാലിസിസ്, മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഒക്കെയാണ് ഉള്ളത്. ഒരു ബിസിനസ് കൺസേണിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു എത്രയോ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ട് എത്രത്തോളം അവർ ഉയർത്തേണ്ടി വരും എന്ന് പ്ലാൻ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗവൺമെൻറ്റിന് അവരുടെ പുതിയ വെൽഫെയർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി, പുതിയ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി, ഇപ്പോൾ ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ടി എന്തെങ്കിലും വെൽഫെയർ ആക്ടിവിറ്റി നടത്താനാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ആവശ്യക്കാരുണ്ടോ നോക്കിയിട്ട് ആവശ്യക്കാരുടെ എണ്ണം, ആ റിക്വയർഡ് പേഴ്സൺസിൻ്റെ എണ്ണം നോക്കി അത് ഒരുപാടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ വെൽഫെയർ ആക്ടിവിറ്റി ചെയ്താൽ മതി, അല്ലേ. അങ്ങനെ ഓരോ സ്കീമുകൾ കൊണ്ടുവരാനൊക്കെ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു എന്ന് പറയാനുള്ളതിൻ്റെ കാരണം. സോ ഇതെല്ലാമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സ്കോപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. സ്റ്റേറ്റ്, എക്കണോമിക്സ്, ബിസിനസ് ആൻഡ് കൊമേഴ്സ് ആൻഡ് പ്ലാനിങ്, ഈ ഫീൽഡിലെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യൂട്ടിലിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.